അല്ലാഹു തആല പ്രത്യേകം കനിവ് നൽകിക്കൊണ്ട് അവന്റെ അർശിന്റെ തണലിൽ നിർത്തിയ 7 കൂട്ടം ആളുകളുണ്ട്. എല്ലാ ജനങ്ങളും വെന്തുരുകുകയാണ്, നിന്ന് പൊരിയുകയാണ്. ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ മുകളിലാണ്, മേലെ ചൂടാണ്, സൂര്യന്റെ തീക്ഷ്ണമായ ചൂടാണ്. വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം? ദുനിയാവ് ഭരിച്ചവരില്ലേ? ഫറോവയില്ലേ? ലോകം മുഴുവനും ഭരിക്കുന്നത് ഞാനാണ്, ലോകത്തിന്റെ സൃഷ്ടാവ് ഞാനാണെന്ന് പറഞ്ഞവരാണ്. അതുപോലെ പല ആളുകളും ഈ ദുനിയാവ് ഭരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് പലരും ഭരിക്കുന്നുണ്ട്. ജഡ്ജിമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, കഴിഞ്ഞ തലമുറയിലുണ്ട്. ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഭരിച്ചവരുണ്ട്, സ്റ്റേറ്റ് ഭരിച്ചവരുണ്ട്. എല്ലാ ഭരണാധികാരികളെയും ആ കൂട്ടത്തിലെ ക്ഷമാശീലരുണ്ട്, അഹങ്കാരികളുണ്ട്. സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഭരണാധികാരികളാണല്ലേ, നിങ്ങൾ ഭരിച്ചവരാണല്ലേ, നിങ്ങളെ പ്രജകളിൽ നിങ്ങൾ വലിയ ഗൗരവമായ നിയമം നടപ്പാക്കിയവരാണല്ലേ, എത്ര സാധുക്കളെ കൊണ്ട് പണിയെടുപ്പിച്ചവരാണ് നിങ്ങൾ. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ഇവിടെ ആർക്കാണോ എന്ന് ചോദിക്കുമ്പോ ഒരാൾക്കും പറയാനില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഇന്നിവിടത്തെ അധികാരി അല്ലാഹു തന്നെയാണ്. ഞങ്ങളുടെ ഭരണം ഭരണമല്ല, ഞങ്ങൾ ചെയ്തത് മുഴുവനും അനീതിയാണ്, അക്രമമാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ അതാ തല താഴ്ത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഒതുങ്ങി മിണ്ടാതെ മൗനം പാലിച്ചുകൊണ്ട് അതാ തല താഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് നിൽക്കുമ്പോ റഹ്മാനായ റബ്ബ് തന്നെ പറയട്ടെ മറുപടി, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഖഹാറായ അല്ലാഹുവിനാണ്, എനിക്കാണ് ഇവിടുത്തെ ഭരണം, ഇനി ഞാൻ ചില പണികളൊക്കെ നടത്താൻ പോകുന്നുണ്ട്. ഇത് കണ്ട് ബേജാറായിട്ട് മഹ്ശറയിൽ എരിപൊരികൊള്ളുന്ന ജനങ്ങള് പടച്ചവനെ നരകത്തുക്കായാലും വേണ്ടില്ല, നിൽക്കാൻ വയ്യല്ല റബ്ബേ എന്ന് ചിന്തിക്കുമ്പോഴാണ് കളിച്ച് ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന ഒരു കൂട്ടര്. ആരാണത്? ഒന്ന് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിൽ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കളെ പോലെ മാത്രം നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു കുടുംബത്തിന്റെ ഭരണാധികാരി, ഒരു ഗ്രാമത്തിന്റെ ഭരണാധികാരി, ഒരു പള്ളിയും മദ്രസയും ഭരിക്കുന്ന ഭരണാധികാരി, ഒരു മഹല്ലത്തിന്റെ ഭരണാധികാരി, ഒരു ജില്ലയുടെ ഭരണാധികാരി, എല്ലാവരും ഇതിൽപ്പെട്ടവനാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവനാണോ? അനീതിക്ക് കൂട്ടുനിൽക്കാത്തവനാണോ? തന്റെ മകനാണ് തെറ്റ് ചെയ്തതെങ്കിലും അവിടെ അതാ നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു കൂട്ടർ വന്നിട്ട് പരാതി പറഞ്ഞു. ഉമറേ, നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള നിങ്ങളുടെ അനുയായികള് ഞങ്ങളുടെ പ്രതിമയുടെ മൂക്ക് മുറിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രതിമയുടെ മൂക്ക് മുറിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് പകരം ഞാൻ മൂക്ക് വെച്ച് തരാം, അതിന് പകരം ആ പ്രതിമക്ക് ഞങ്ങൾ മൂക്ക് വെച്ച് തരാം. അവര് പറഞ്ഞു, പറ്റില്ല, അത് പറ്റില്ല, ഞങ്ങളുടെ പ്രതിമന്റെ മൂക്ക് പോയിട്ടുണ്ട്, സ്വർണത്തിന്റെ മൂക്ക് വെച്ച് തരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് പറഞ്ഞു പറ്റില്ല, സ്വർണത്തിന്റെ മൂക്ക് വെച്ചാലും ഉമറേ, അങ്ങയുടെ അനുയായികൾ ഞങ്ങളുടെ പ്രതിമന്റെ മൂക്ക് കളഞ്ഞതിന് സ്വർണത്തിന്റെ മൂക്ക് വെച്ചാലും ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടത് നികത്താൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ കിടക്കുന്ന വാള് ഈ പരാതിയുമായി വന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് ആ വാളങ്ങ് വെച്ചു കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രതിമയുടെ മൂക്ക് പോയപ്പോ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ മൂക്ക് മുറിച്ചോളൂ, എന്നാൽ നിങ്ങളുടെ അഭിമാനം തിരിച്ചു കിട്ടുമല്ലോ. ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്, ഖലീഫയാണ് ഞാൻ. എന്റെ അനുയായികൾ നിങ്ങളുടെ പ്രതിമന്റെ മൂക്ക് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടെങ്കിൽ ആ അനുയായികളെ ഭരിക്കുന്ന ഇസ്ലാമിന്റെ ഖലീഫയാണ് ഞാൻ. ഈ കത്തി കൊണ്ട് എന്റെ മൂക്ക് നിങ്ങളങ്ങ് മുറിച്ചെടുത്തോളൂ, എന്നാൽ നിങ്ങളുടെ അഭിമാനം തിരിച്ചു കിട്ടുകയില്ലേ? അവര് പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് സമാധാനമായി,
ഇത്രയും നല്ല ഒരു ഭരണാധികാരി, ഈ ഭരണാധികാരിയുടെ എതിരിലാണോ ഞങ്ങൾ ജീവിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയാണ്, നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു പലഹാരം വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നല്ല ഒരു നെയ്യപ്പം കൊണ്ടുപോകുന്നത്, നെയ്യപ്പം ഞാൻ പറയാം എന്റെ ഭാഷയിൽ, അപ്പം കൊണ്ടുപോകുമ്പോ പലഹാരം കൊണ്ടുപോകുമ്പോ ഭാര്യ പറഞ്ഞു, ആ പലഹാരം വാങ്ങിത്തരുമോ? കാശില്ല കയ്യിൽ, കാശ് ഞാൻ തന്നാ വാങ്ങിത്തരുമോ? കാശ് കൊണ്ടുപോവാ, എന്നിട്ടല്ലേ. കാശ് ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക് ആ നെയ്യപ്പം വാങ്ങാൻ ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അതാ കുറച്ച് പൈസ, 50 പൈസ കയ്യിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ആ പലഹാരം വാങ്ങിത്തരണം. എവിടുന്നേ കിട്ടിയത് 50 പൈസ? ഓരോ ദിവസവും ഖജനാവിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന എന്റെ ചെലവിലേക്ക് അനുവദിച്ചിരിക്കുന്ന ഈ ഫണ്ട്, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം എനിക്ക് പൊതുഖജനാവിന്റെ ഫണ്ടിൽ നിന്ന് അനുഭവിച്ച 50 പൈസയിൽ നിന്ന് 5 പൈസ പിടിച്ചു വെച്ച് ഒരാഴ്ച സൂക്ഷിച്ചു വെച്ചത് കൊണ്ടാണ് ഈ പൈസ എനിക്ക് ഉണ്ടായത്. ഈ പൈസക്ക് ആ പലഹാരം വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ 50 പൈസ ചുരുക്കിയിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമല്ലേ? എന്നിട്ടാണോ 50 പൈസ കൂടുതൽ ഞാൻ തന്നത്? അതുകൊണ്ട് ആ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഇതങ്ങ് എഴുതി ചേർത്തേക്ക്, ഇത് ആ ഫണ്ടിലേക്ക് അങ്ങ് എഴുതി ചേർത്തേക്ക്. ഇനി മുതൽ ഒരു ദിവസം 5 രൂപ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് 4.5 രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. എന്റെ ഭാര്യക്ക് 4.5 രൂപ കൊണ്ട് കൊടുക്കാൻ ജീവിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ദിവസം 4.5 രൂപക്ക് ജീവിക്കാൻ കഴിയുന്ന എന്റെ ഭാര്യക്ക് 5 രൂപ ഞാൻ കൊടുത്തതിന് അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു. ഇനി മുതൽക്ക് അങ്ങോട്ട് 4.5 രൂപയെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ 4.5 രൂപ ഇതായി പലഹാരം വാങ്ങാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൂക്ഷിച്ചു വെച്ച പൈസ തിരിച്ച് ഖജനാവിലേക്ക് എഴുതി ചേർത്തു. ആ പലഹാരം കിട്ടിയതുമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 4.5 രൂപയെ കിട്ടൂ. ഇതാണ് നീതിമാനായ ഭരണാധികാരി. അതുകൊണ്ടല്ലേ 1948 ജനുവരി 30 പാർലമെന്റിനത്തിന് മുറ്റത്ത് വെടിയേറ്റ് വീണ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിനത്തിന് മുറ്റത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരെ കെട്ടിച്ചുകൊണ്ട് വൈദേശികാധിപത്യത്തിന് പറിച്ചു ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ ജീവിതം വരണോ, സുഭിക്ഷമായ ജീവിതം വരണോ, സമാധാനപരമായ ജീവിതം വരണോ, ഉമറിന്റെ ഭരണം വരണം എന്ന് ആശിച്ചത് മഹാത്മജിക്ക് മറ്റു നേതാക്കളെ അറിയാത്തത് കൊണ്ടല്ല, മഹാത്മജി മറ്റു നേതാക്കളെ പഠിക്കാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പൊതു ഖജനാവിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് ഭരണാധികാരികൾ ആരാണ് അഴിമതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഇത് പറയുമ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് എന്റെ നേരെ ചാടി വീഴരുത്. എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്നത്തെ പൊതുഭരണം രാഷ്ട്രീയം മാത്രമല്ല, പൊതുഭരണം മാത്രമല്ല, നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ വീടുകളിലും നീതിയും സത്യവും ധർമ്മവും കടന്നുപോയി. അനീതിയും അസത്യവും അധർമ്മവും കുടിവെച്ചുവായിരുന്നു. ഇത് ഭരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭരണം, രാജ്യത്തിന്റെ ഭരണം മാത്രമല്ല, വീടിന്റെ ഭരണവും അങ്ങനെ തന്നെ. നീതിക്ക് വില കൽപ്പിക്കണം, സത്യത്തിന് വില കൽപ്പിക്കണം. അങ്ങനത്തെ ഭരണാധികാരി ആരുണ്ടോ അവർക്ക് ദുന്യാവിൽ വിഷമിച്ചാലും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക് ദുന്യാവിൽ ഒരു നെയ്യപ്പം തിന്നാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിലെ പഴം മതിവരുവോളം തിന്നുമല്ലോ. ഒരു പ്രയാസവും ആ സ്വർഗത്തിലെ പഴം തിന്നുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക് ഇല്ല. ആ പഴം തിന്നുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രയാസമില്ല. ദുന്യാവിൽ ഒരു നെയ്യപ്പം തിന്നാത്തതിന് കിട്ടുന്ന ഗുണം സ്വർഗത്തിന്റെ പഴം തിന്നുന്ന സന്തോഷമാണ്. നമ്മൾ ദുന്യാവിലെ നെയ്യപ്പം തിന്നപ്പോ സ്വർഗത്തിലെ പഴം നഷ്ടപ്പെട്ടു പോയി. ഇവിടത്തെ സന്തോഷമേ നടന്നുള്ളൂ. എന്നാൽ അതൊരു നല്ല രുചിയാണോ? ദുന്യാവിത്തത് കൃത്രിമമല്ലേ? ഏതൊരു ആഹാരത്തിനും പലഹാരത്തിനുമാണ് ഇന്ന് കൃത്രിമമില്ലാത്തത്. ആ കൃത്രിമം നിറഞ്ഞ ഭൗതിക ലോകം സ്വർഗം നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ടാമത്തത്
അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണല് തരുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യുവാക്കളെ, യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് മദ്യത്തിന്റെ പിന്നാലെ തന്നെ നിങ്ങൾ ഓടല്ലേ, വ്യഭിചാരത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകല്ലേ, പാതിരാവിൽ കൂക്ക് വിളിക്കാൻ പോകല്ലേ. ഇക്കഴിഞ്ഞ ദിവസമല്ലേ, കുറഞ്ഞ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ പുതുവത്സരം ആഘോഷിച്ചിട്ട് നട്ടപ്പാതിരാ സമയത്ത് 12 മണി കഴിയുമ്പോ പുതിയ വർഷത്തെ ആഘോഷിക്കാൻ വേണ്ടി എത്ര വാഹനങ്ങളാ തടഞ്ഞു നിർത്തിയത്, എത്ര മനുഷ്യന്മാര് നടന്നു പോകുമ്പോഴാണ് പെയിന്റും കളറും കലക്കിയിട്ട് മനുഷ്യന്മാരെ മേലെ ഒഴിച്ചു കൊടുത്തത്. രാത്രി നട്ടപ്പാതിരാ സമയത്ത് പടക്കം പൊട്ടിച്ചത്. രോഗം കൊണ്ട് വിഷമിച്ച് വേദന കൊണ്ട് പിടയുന്ന എത്ര ക്യാൻസർ രോഗികളുണ്ട്. അവർ വീടുകളിൽ കടന്നുകൊണ്ട് ക്യാൻസർ രോഗം പിടിച്ച് ഒന്ന് ഉറങ്ങി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് മരുന്ന് കുടിച്ചും ഡോക്ടർമാര് കൈയൊഴിച്ചുകൊണ്ട് മരണം കാത്തുകിടക്കുന്ന രോഗികള് ഈ പരിസരത്തുള്ള എത്ര വീടുകളിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും പരിഗണിക്കാതെ ആഘോഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര മനുഷ്യന്മാരെ ഉറക്കം കെടുത്തി, എത്ര ആളുകൾക്ക് ശല്യമായി. കണ്ണിലേക്കൊന്ന് ഉറക്കം പിടിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ ഒന്ന് ഉറങ്ങിക്കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിഞ്ഞവരാണ്. പാതിരാവിലൊന്ന് ഉറക്കം കണ്ണിലേക്ക് വന്നപ്പോഴാണ് ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നത്, വണ്ടികൾ തടഞ്ഞു നിർത്തുന്നത്, രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ വിദേശത്തെ വിസയുടെ അവധി തീർന്ന് നാളെ ഉച്ചക്ക് 12 മണിക്ക് മുമ്പ് റിയാദിൽ ഇറങ്ങണം, UAE ഇറങ്ങണം, അല്ലെങ്കിൽ എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു, പരമാവധി അവന്റെ ഭാര്യന്റെയും മക്കളെയും അടുത്ത് നിന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന വണ്ടി ബന്ദിന്റെ പേരിൽ, ഹർത്താലിന്റെ പേരിൽ തടഞ്ഞു നിർത്തിയിട്ട് എത്ര മനുഷ്യന്മാരെ ജോലിയാ മുടങ്ങിപ്പോയത്, എത്ര ആളുകളുടെ ഗൾഫ് യാത്രയാ നഷ്ടപ്പെട്ടത്. എന്നിട്ട് പാർട്ടി ഓഫീസുകളിൽ കയറി വൈകുന്നേര സമയത്ത് സന്തോഷിച്ച് അഭിമാനം പറയുകയാണ്. ഒരൊറ്റ വണ്ടി അങ്ങോട്ട് വിട്ടില്ല, സർവം തടഞ്ഞിട്ടു. തെറ്റ് ചെയ്തിട്ട് അഭിമാനം കൊള്ളുകയല്ലേ. വൈകുന്നേരം പാർട്ടി ഓഫീസുകളിൽ വെച്ച് തെറ്റ് ചെയ്ത് അഭിമാനം കൊള്ളുകയല്ലേ, മദ്യപിച്ച് അഭിമാനം കൊള്ളുകയല്ലേ, വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അഭിമാനം കൊള്ളുകയല്ലേ. അതുപോലെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി, വടംവലികൾ ഉണ്ടാക്കി, മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല പാതിരാ സമയത്ത് അല്ലാഹു തആല അവന്റെ റഹമത്തിന്റെ കവാടം തുറന്നു വെച്ച് അവനിലേക്ക് കൈനീട്ടി യാചിക്കുന്ന അടിമകളെ നോക്കി സന്തോഷിക്കുമ്പോ ആ പാതിരാ സമയത്ത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഉറക്കം കെടുത്തുകയാണ്, മദ്യപിച്ച് ലക്കും കെട്ട് കൂത്താടുകയാണ്, അന്യ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുകയാണ്. മൊബൈൽ ക്യാമറകളിലൂടെ ഉമ്മയും ബാപ്പയും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് കതകിന്റെ പഴുതിൽ കൂടി മൊബൈലിന്റെ ലെൻസ് വെച്ച് പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ഉമ്മയും ബാപ്പയും തമ്മിൽ ബന്ധപ്പെടുന്നത്, മറ്റുള്ളവർ കുട്ടികൾക്ക് ബ്ലൂടൂത്ത് വഴി കൈകാര്യം ചെയ്തത് സ്കൂളിലെ അധ്യാപകന്മാര് പിടിച്ചത് പത്രത്തിലൂടെ വായിച്ചതല്ലേ നമ്മൾ. ഒരു കുട്ടി സ്കൂളിൽ വെച്ചുകൊണ്ട് തന്റെ മറ്റുള്ള കുട്ടികൾക്ക് മൊബൈൽ ക്യാമറയിൽ ബ്ലൂടൂത്ത് വഴി നഗ്നമായ ഒരു പെണ്ണ് കുളിക്കുന്ന ഫോട്ടോ പകർത്തി കൊടുക്കുന്നു. അധ്യാപകൻ ക്ലാസ്സിൽ ചെന്നപ്പോ കുട്ടികൾക്കൊക്കെ ഒരു പരിഭ്രമം. എന്താ നോക്കിയപ്പോ എല്ലാ കുട്ടികളെ മൊബൈലും ഓണാണ്. അതൊക്കെ കുട്ടികൾ എന്തോ ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യാപകൻ മൊബൈൽ എടുത്തിട്ടൊന്ന് നോക്കിയപ്പോ ഒരു നഗ്നമായ പെണ്ണ്, വെളുത്ത ശരീരം പെണ്ണ് കുളിക്കുകയാണ്. എവിടെന്ന് കിട്ടിയടോ ഇത്? അത് അവന്റെ ഫോണിന്ന് കിട്ടിയതാണ്. എല്ലാവരും അവനെ ചൂണ്ടിക്കാണിച്ചു. അവന്റെ ഫോണ് നോക്കിയപ്പോ ആ കുട്ടിയുടെ ഫോണിലുമുണ്ട് ഈ ഫോട്ടോ. ഇതങ്ങ് വീഡിയോ പകർത്തി കൊടുത്തിരിക്കുകയാണ്. മോനെ എവിടെന്ന് കിട്ടിയടാ എന്ന് ചോദിച്ചപ്പോ ഇത് എന്റെ ഉമ്മ കുളിക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്തതാണ്. സ്വന്തം ഉമ്മ കുളിക്കുന്ന നഗ്നമായ ഫോട്ടോ എടുത്തിട്ട് സ്കൂളിലെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്ത് ബ്ലൂടൂത്തിലൂടെ മൊബൈലുകളിലേക്ക് പകർത്തിയിട്ട് ഇന്റർനെറ്റിൽ കൊടുത്തുപോയി. ആ ഉമ്മ കുളിക്കുന്നത് മുസ്ലിം തറവാട്ടിൽ പറന്ന ഒരു സാലിഹത്തായ ഉമ്മ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ആ ഉമ്മ കുളിക്കുന്നത് ഇന്റർനെറ്റിൽ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് കാണുകയാണ്. സ്കൂളിന്റെ സംസ്കാരം ഇങ്ങനെയായി മാറിയിട്ടില്ലേ? ഇത് പഠിച്ചല്ലേ വളർന്നു വരുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ നാട്ടിൽ കള്ളുകുടിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടുവന്ന് ഉപദേശിച്ചുകൂടെ? നിസ്കരിക്കാതെ നടക്കുന്നവനെ കണ്ടിട്ടൊന്ന് ഉപദേശിച്ചുകൊണ്ട്, അങ്ങനെ ഉപദേശിക്കുന്ന പലരും
ഇവിടെ ഉണ്ട്. ആ ഉപദേശിക്കുന്നതിന്റെ പേരിൽ മുഴുവനും കൂടി തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്യരുത്. ഖൽബിന്റെ ഉള്ളിലെ വിശ്വാസം പേച്ചിട്ട് ഉപദേശിച്ചത് കൊണ്ട് കാര്യമായില്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കി ചിത്രീകരിച്ച് എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം കൊണ്ട് ഉപദേശിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനവുമില്ല. അതേ സമയത്ത് അവന്റെ അഖീദ സൂക്ഷിച്ച് വിശ്വസിച്ച് കാത്തു സംരക്ഷിച്ചുകൊണ്ട് കള്ളുകുടിക്കുന്ന ആളുകളെ കണ്ട് കള്ളുകുടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. യുവാക്കളെ അങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിയിട്ട് പാതിരാ സമയത്ത് റഹ്മാനായ റബ്ബിനോട് ഞാനൊരു യുവാവാണ്, എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മുഴുവനും, എൻ്റെ ഓഫീസിൽ മുഴുവനും, എൻ്റെ ബിസിനസിന്റെ മേഖലകളിൽ മുഴുവനും ഹറാമ് വലയം ചെയ്ത് നിൽക്കുകയാണ് റബ്ബേ. ഞാൻ ആ ഹറാമിലേക്ക് പോകാതെ എൻ്റെ നഫ്സിനെ സൂക്ഷിച്ചു നിർത്തിയിട്ട് നിനക്ക് വഴിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന് വഴിപ്പെടുന്ന ചെറുപ്പക്കാരെ, ദുന്യാവില് കുറച്ചു കാലമല്ലേ വിഷമിക്കേണ്ടതുള്ളൂ. അർശിന്റെ താഴ്ഭാഗത്ത് തണലിൽ കഴിഞ്ഞുകൂടാം. പുരുഷന്മാര് മാത്രമല്ല പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഔറത്ത് മറച്ച് പുറത്തിറങ്ങി നടന്നപ്പോ ആളുകൾ കളിയാക്കി ചിരിച്ചുവല്ലേ. ഫേസ് കവർ കെട്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോ ആളുകളെ പരിഹസിച്ച് ചിരിച്ചില്ലേ. നരകത്തിൽ കിടക്കുന്ന ആളുകളോട് അല്ലാഹു തആല ചോദിക്കുന്നു, فاتخذتموهم سخريا وكنتم حتى أنسوكم ذكري وكنتم منهم تضحكون. നല്ല ഇബാദത്തും സാലിഹാത്ത് തഖ്വയുള്ള ജീവിതം നയിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും ഇസ്ലാമിക വസ്ത്രവേഷവിധാനം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടന്നപ്പോ നിങ്ങളെ ഡീസന്റ് നോക്കാത്തത് കൊണ്ട്, നിങ്ങളുടെ സ്റ്റൈലിന് അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ അവരെ കാണുമ്പോ പരിഹസിച്ചു ചിരിച്ചില്ലേ. നിങ്ങൾക്കിന്ന് കഠിനമായ നരകമിതാ തന്നിരിക്കുന്നു. ഇന്നീ ജസൈതുഹുൽ യൗമ ബിമാ സബറൂ അന്നഹും ഹുമുൽ ഫായിസൂൻ. നിങ്ങളുടെ പരിഹാസങ്ങളും കളിയാക്കലും ഒക്കെ കേട്ട് ക്ഷമിച്ചതിന്റെ പേരിൽ ഞാൻ ഇന്നവർക്ക് സ്വർഗം പ്രതിഫലം കൊടുക്കുന്നു. പ്രിയപ്പെട്ട യുവാക്കളെ, നല്ല നിലക്ക് നടക്കുന്ന മനുഷ്യന്മാരെ കളിയാക്കാൻ പോകരുത്. നമ്മുടെ പക്കൽ നിന്നുള്ള തെറ്റുകൾക്ക് പശ്ചാത്തപിച്ച് ഉള്ള കാലം റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. അള്ളാന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യണം. നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഇബാദത്തുമായി കഴിഞ്ഞുകൂടണം. യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു നാളെ അർശിന്റെ തണല് തരും. എല്ലാരും വിഷമിക്കുമ്പോ വിഷമിക്കണ്ട. ഇത് പെണ്ണുങ്ങളെ നിങ്ങൾക്കും ബാധകമാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചോ. ഇവിടെ മുഖം തുറന്നിട്ട് നടന്നാൽ ഒരു പക്ഷേ നിങ്ങളെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റുകളുടെ കയ്യടി കിട്ടും. അവർ നിങ്ങളെ സന്തോഷിക്കും. അവരുടെ മുഖം പ്രസന്നമാകും. അതേ സമയത്ത് അല്ലാഹു നിങ്ങളെ വെറുക്കുകയും ചെയ്യും. ആരുടെ വെറുപ്പാ പേടിക്കേണ്ടത്? ഈ സ്നേഹിതകൾ മരിച്ചുപോയാൽ, ഞാൻ മരിച്ചാൽ ഒരൊറ്റ പെണ്ണും എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വരില്ല. പള്ളിയിൽ കൊണ്ടുപോയി വെച്ചാൽ നിസ്കരിക്കാൻ വരുന്നത് ഇന്ന് നമുക്ക് കണ്ടുകൂടാത്ത മുസ്ലിയാക്കന്മാര് തന്നെ. ഇന്നത്തെ ഫാഷനും പത്രാസും കാണുമ്പോ ഈ മുസ്ലിയാക്കന്മാര് വയല് പറയും, ഈ ഉസ്താദുമാര് വയല് പറയുമ്പോ മുഖം കെട്ടി മറച്ചിട്ടല്ലാതെ പുറത്തു നടക്കരുത്, പർദ്ദയിട്ടിട്ടല്ലാതെ പുറത്തു പോകരുത്, കൈത്തണ്ട വെളിപ്പെടുത്തി പുറത്തു പോകരുത് എന്ന് പറഞ്ഞപ്പോ ആ ഉസ്താദിനോട് ദേഷ്യമായിരുന്നു. അതേ സമയത്ത് ആ കൈത്തണ്ട വെളിപ്പെടുത്തി നടന്നപ്പോ ഏതോ ചെറുപ്പക്കാരുടെ കമന്റ് കിട്ടി മനസ്സ് സന്തോഷിച്ചില്ലേ. മരിച്ചുപോയാൽ ആ ചെറുപ്പക്കാരൻ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ എന്ന് പറയാനുണ്ടാകില്ല. നിനക്ക് വെറുപ്പുണ്ടായിരുന്ന ഉസ്താദെ അപ്പോഴും നിസ്കരിക്കാൻ മുമ്പിലുണ്ടാകൂ എന്ന് ഓർമ്മിച്ചോ. നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് അള്ളാനെ മറന്ന് ജീവിക്കല്ലേ. പർച്ചേസിന്റെ പേരും പറഞ്ഞ് കടകളിലൊക്കെ കയറിയിറങ്ങി ഹറാമായ പുരുഷന്മാരുടെ മുമ്പിലേക്ക് നിങ്ങളെ കയ്യങ്ങോട്ട് നീട്ടിക്കൊടുക്കുമ്പോ ഫാൻസി കടകളിൽ നിന്ന് സൗന്ദര്യമുള്ള വളകൾ കുത്തിക്കയറ്റുക എന്ന പേരും പറഞ്ഞ് ആ മുശ്രിക്കായ ചെറുപ്പക്കാരൻ, അല്ല മുസ്ലിമാണെങ്കിൽ തന്നെ തൊട്ടാലത് മുറിയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ കയ്യിലേക്ക് വള ഇങ്ങോട്ട് വിടുമ്പോ
مسلمة عن كافرا وهكذا عفيفة عن فاجرا. ഒരു തെമ്മാടിച്ചിയായ പെണ്ണിന് പോലും നിസ്കരിക്കുന്ന പെണ്ണ് തന്റെ ഔറത്ത് കാണിച്ചു കൊടുക്കരുത്. മുസ്ലിമത്തായ ഒരു പെണ്ണ് അമുസ്ലിമത്തായ പെണ്ണിന് ഔറത്ത് കാണിച്ചു കൊടുക്കരുത്. ഔറത്ത് എന്ന് പറഞ്ഞ കയ്യും ഔറത്താണ്, മുഖവും ഔറത്താണ്, കാൽപാദങ്ങളും ഔറത്താണ്, ശരീരം മൊത്തം ഔറത്താണ്. നിസ്കാരത്തിന് മാത്രമേ മുഖം വെളിപ്പെടുത്താൻ പാടുള്ളൂ. ഈ നിലക്ക് സൂക്ഷിക്കേണ്ട മുസ്ലിമത്തായ ഒരു പെണ്ണിന്റെ കൈ അമുസ്ലിമത്തായ ഒരു പെണ്ണിന്റെ മുമ്പിലേക്ക് കൈനീട്ടി കൊടുത്തിട്ട് സ്വന്തം മതത്തിൽപ്പെട്ട മുസ്ലിമായ ചെറുപ്പക്കാരനാണെങ്കിലും തന്നെ തൊട്ടാലൊലിമുറി എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കൈനീട്ടി കൊടുത്തിട്ട് അതിമ വളയിടാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇവിടെയൊക്കെ അല്പം ഒന്ന് പ്രയാസപ്പെടേണ്ടി വരും. റബ്ബിനെ പേടിച്ചുകൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും. അങ്ങനെ പേടിച്ച് ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാൽ നാളെ പരലോകത്ത് എല്ലാവരും വിഷമിക്കുമ്പോ വിഷമിക്കണ്ട, അർശിന്റെ തണലിൽ നിൽക്കാം. അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ മൂന്നാമത്തെ പാർട്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ തന്ന സമ്പത്ത് റബ്ബിന്റെ ദീനിനു വേണ്ടി സംഭാവന കൊടുത്ത സാലിഹ്യങ്ങള് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥമുണ്ട്. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പര്യാപ്തമല്ല, ഞാൻ നീട്ടി പറയുന്നില്ല. ആ വലത്തെ കൈ കൊണ്ട് കൊടുത്തത് ഇടത്തെ കൈ അറിയാതെ, അത്രയും സ്വകാര്യത്തിൽ മറ്റൊരാള് അറിയാതെ എന്നല്ല, ഞാൻ ആർക്ക് കൊടുത്തോ ആ വാങ്ങിയവൻ പോലും അറിയരുത് ഞാനാ തന്നത്. അത്ര സ്വകാര്യമായി കൊടുക്കുന്നതിന് വലിയ പുണ്യമാണ്. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോ എന്റെ ഭാര്യയുമായി ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു എംഒ വന്നു, മണി ഓർഡർ വന്നു, പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് മണി ഓർഡർ തന്നു. ഞാനത് ഒപ്പിട്ട് വാങ്ങിയപ്പോ 2000 രൂപയുണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുണ്ട്. എവിടുന്നാ ഇത്? തിരിച്ച് അങ്ങോട്ടുള്ള അക്നോളജ്മെന്റ് നോക്കിയപ്പോ അഡ്രസ് ഉള്ളത് ഒരു മുഹമ്മദിന്റെ അഡ്രസ്സാണ്, മദ്രാസിലെ അഡ്രസ്സാണ്, ചെന്നൈയിലെ അഡ്രസ്സാണ്. ആരാണ് എനിക്ക് ചെന്നൈയിൽ നിന്ന് പണമയക്കാൻ? നോക്കിയപ്പോ ആളെ പിടുത്തം കിട്ടിയില്ല. ആരാണ് റബ്ബേ എനിക്ക് പൈസ അയക്കുന്നത്? ഒരു പിടുത്തവുമില്ല. ഭാര്യ പറഞ്ഞു, നിങ്ങൾ പണ്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലാണ് തീരുന്നില്ലേ, കുറെ മുമ്പ് പൂട്ടിപ്പോയിട്ടൊരു 10-20 കൊല്ലമായില്ലേ, അന്ന് കുടിച്ചു മുങ്ങിയ ആരെങ്കിലും കാണും. ഇപ്പോൾ അയാൾക്കൊരു നല്ല ബുദ്ധി വിവേകം ഉദിച്ചപ്പോ ആ മനുഷ്യനതാ പൈസ അയച്ചു തന്നതാവാം. ഇപ്പോൾ അയാൾ കാശ് അയച്ചു തന്നതാകാം. ശരി, ഇരിക്കട്ടെ. എന്റെ പേരിൽ എന്റെ അഡ്രസ് ഇത്ര കൃത്യമായി അറിഞ്ഞത് എന്നെ അറിയുന്നത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഈ പൈസ എനിക്കുള്ളത് തന്നെയാ അയാൾ വിശ്വസിച്ചു. ആരാ അയച്ചത്? തൊട്ടപ്പുറത്തെ വീട്ടിലെ അബൂബക്കറാണ്. അയാൾ മുഹമ്മദ് എന്ന് പേരിട്ടതാണ്. ആ അബൂബക്കർ പൈസ അയക്കുന്നു മണി ഓർഡറായിട്ട് അയൽവാസിക്ക്. അഡ്രസ് വെച്ചത് ചെന്നൈയിലെ അഡ്രസ്സാ. എന്താ കാരണം? വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയരുത്. ഞാൻ എന്റെ സ്നേഹിതന് 100 രൂപ കൊടുത്തപ്പോ ആ സ്നേഹിതന് അറിയരുത് തങ്ങളാണ് എനിക്ക് ആ പൈസ തന്നത്. അത്രത്തോളം സൂക്ഷിച്ചുകൊണ്ട് അറിയാതെ വെക്കല് ഈ ഹദീത്തിന്റെ ഒരർത്ഥമാണ്. ഇനി അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതോ ആവട്ടെ, മറ്റുള്ളവരെ മുമ്പിൽ അറിയിക്കല്ല കേട്ടോ. നമ്മളൊരു പൈസ കൊടുക്കുമ്പോ 100 രൂപ നീട്ടിപ്പിടിച്ചിട്ടാ കൊടുക്കുക. ഞാൻ 100 രൂപ കൊടുക്കുന്നുണ്ട് അറിയട്ടെ, അങ്ങനെ കൊടുക്കരുത്. കൊടുക്കുന്നത് രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മം നമ്മൾ കൊടുക്കണം, അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും വേണം. ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ കൂലി നഷ്ടപ്പെടുത്തി കളയരുത്. ഇതുപോലത്തെ വാദന്റെ മജ്‌ലിസുകളിൽ എന്തെങ്കിലും ഒരു 500 രൂപയോ 5000 രൂപയോ 10000 കൊടുത്തു. ആ 10000 കൊടുക്കുന്നത് സദസ്സിൽ ചിലപ്പോൾ വിളിച്ചു പറയും. ആ കൊടുക്കുന്നവന് അത് സദസ്സിൽ വിളിച്ചു പറയാൻ വേണ്ടിയാ വെറുതെ കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടാൻ അവൻ കൊടുത്തുപോയി, അതേ ഉള്ളൂ ലക്ഷ്യം. അതേ സമയത്ത് സദസ്സിൽ പറയുന്നത് എന്തിനാണ്? ഈ ഒരു ഖൈറായ കാര്യം ഇവിടെ പറഞ്ഞിട്ട് പ്രേരണ നൽകി മറ്റുള്ളവരും ഈ ഖൈറിന്റെ പിന്നിലേക്ക് കടന്നു വരാനുള്ള പ്രേരണയാണ്. ആ പ്രേരണ എന്ന നല്ല ഉദ്ദേശം ഇനിയും ആ ഖൈർ ഇവിടെ പലരും ചെയ്യണം.
ഈ ദീനിന്റെ പ്രവർത്തനം ഇവിടെ പുരോഗതിപ്പെടണം, അത് പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയാണല്ലോ പലപ്പോഴും ആ സദസ്സിൽ അത് വിളിച്ചു പറയുന്നത്, അതിനു വേണ്ടിയാണല്ലോ അത് കൊടുക്കുന്നത്. അല്ലാതെ നാം ഇവിടെ അഹങ്കാരത്തിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി വിളിച്ചു പറയുകയെല്ലാം. ചുരുക്കത്തിൽ ധർമ്മം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള അമലാണ്. നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പകുതി ദൂരം യാത്ര ചെയ്ത്, നോമ്പ് നോറ്റാ പകുതിയും കൂടി യാത്ര ചെയ്തിട്ട് ഗേറ്റിങ്ങലെത്തി രാജസന്നിധിയിലേക്ക് എത്തുന്നത്. നിസ്കരിച്ച മനുഷ്യൻ പകുതി ദൂരം യാത്ര ചെയ്ത്, നോമ്പ് നോറ്റവൻ പകുതിയും കൂടി ദൂരം യാത്ര ചെയ്ത് ഗേറ്റിന്റെ അടുത്ത് എത്തി. അപ്പൊ ധർമ്മം പറയുന്നു, എന്താടാ അവിടെ നിൽക്കുന്നത്? ധർമ്മം കൊടുത്തവനല്ലേ, ഇങ്ങോട്ട് വാ രാജസന്നിധിയിലേക്ക്. അള്ളാഹുവിന്റെ തിരുഹലറത്തിൽ എത്തിച്ചു തരുന്നത് ധർമ്മമാണ് കേട്ടോ. ധർമ്മം ചെയ്യുന്നവനാണ് മുത്തഖിയായ മനുഷ്യൻ. ആ മുത്തഖീങ്ങളുടെ അമല് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗ്ഗം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. അല്ലാഹു അമല് സ്വീകരിക്കൽ മുത്തഖീങ്ങളുടെതാണ്. സ്വർഗ്ഗം അല്ലാഹു പടച്ചു വെച്ചത് മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി? ഒരാള് മുത്തഖിയാണോ അല്ലേ എന്നറിയാനുള്ള അടയാളം ധർമ്മം ചെയ്യുക എന്ന സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അല്ലാഹു തആല അവന് സ്വർഗം തീരുമാനിച്ചു കഴിഞ്ഞു. ആ ധർമ്മത്തിന്റെ ഫലമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു തആല സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നവർ, ദീനിന് ധർമ്മം കൊടുക്കുന്നവർ, എല്ലാ ഹൈറായ മാർഗത്തിലും ധർമ്മം കൊടുക്കൽ, മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നവർ, ആലിമീങ്ങൾക്ക് കൊടുക്കുക, മദ്രസയുടെ പുരോഗതിക്ക്, പള്ളിക്ക് വേണ്ടി, ദർസിന് വേണ്ടി തുടങ്ങി എല്ലാ ഹൈറിന്റെ മേഖലകളിലും നമ്മുടെ ധർമ്മത്തിന്റെ ഒരു പങ്ക് എത്തണം. എല്ലാവരുടെ ദുആയിലും നമുക്കൊരു പങ്ക് കിട്ടണം. ആ നിലക്ക് ധർമ്മം ചെയ്താൽ നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടും. അതുപോലെ രാത്രി പാതിരാ സമയത്ത് ഇരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് കൈനീട്ടി യാചിച്ച് ഫഫാലത് ബിഹി ഐനാഹു ഖൗഫൻ കാലി. അല്ലാഹുവിന്റെ ശിക്ഷ എത്ര കഠിന കഠോരമാണ്. റഹ്മാനായ റബ്ബിന്റെ നരകത്തിലിട്ടെങ്ങാനും എന്നെ കത്തിച്ചാൽ പടച്ചവനെ എനിക്കത് ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയുമോ എന്ന നരകത്തിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെ വിളിച്ച് വിചാരണ ചെയ്യുന്നൊരു സന്ദർഭം വരാനുണ്ട്. മഹ്ശറയിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്നൊരു രംഗം വരാനുണ്ട് എന്നാലോചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് അവന്റെ കവിൾ തടത്തിലൂടെ കരഞ്ഞ കണ്ണീരുകൾ ഒലിപ്പിച്ചു കഴിഞ്ഞാൽ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫൻ കാലി. കവിൾത്തടത്തിലൂടെ കണ്ണീരുകൾ ഒലിപ്പിച്ച മനുഷ്യന് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. കരഞ്ഞാൽ സ്വർഗം കിട്ടും. എത്ര സ്വർഗമാണ്! ജന്നതാൻ, രണ്ട് സ്വർഗം. വമിൻ ദൂനിഹിമാ ജന്നതാൻ. സർവാണിനും പെണ്ണിനും ഇത് ബാധകമാണ്. പടച്ചവനെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എന്നെ നിർത്തുമല്ലോ, എന്നെ റബ്ബ് വിചാരണ ചെയ്യുമല്ലോ, എന്നെ റബ്ബ് ചോദ്യം ചെയ്യുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പേടിച്ച് കരയാൻ തയ്യാറായാൽ അതാ അല്ലാഹു തആല അവന് 4 സ്വർഗമുണ്ടെന്ന് അല്ലാഹു സൂറത്തുർ റഹ്മാനിലൂടെ പഠിപ്പിച്ചില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ വിചാരണ ചെയ്യുന്നൊരു രംഗം വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് 2 സ്വർഗമാണ്. വമിൻ ദൂനിഹിമാ ജന്നതാൻ. അത് കൂടാതെ വേറെയും 2 സ്വർഗമുണ്ട്. 4 സ്വർഗം അവനുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കരഞ്ഞു നേടാൻ പറ്റിയതാ. എന്താണത് കിട്ടാൻ മാർഗം? നട്ടപ്പാതിര സമയത്ത് ഭാര്യ കടന്നുറങ്ങുമ്പോ, ഭർത്താവ് കടന്നുറങ്ങുമ്പോ 2 പേരും അറിഞ്ഞില്ല. അറിയട്ടെ അറിയാതിരിക്കട്ടെ, അത് പ്രശ്നമല്ല. 2 പേരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, ഭാര്യ അതാ അപ്പുറത്തെ റൂമില്, ഭർത്താവ് ഇപ്പുറത്തെ റൂമില്, 2 പേരും 2 റൂമിൽ ഇരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് സുബഹിന്റെ അല്പം മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ
എന്നെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കുമോ പടച്ചവനെ? നിന്റെ നരകാഗ്നിയുടെ ചൂട് താങ്ങാനുള്ള കഴിവ് എന്റെ ശരീരത്തിനില്ലല്ലോ റബ്ബേ എന്നാലോചിച്ചുകൊണ്ട് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരങ്ങ് വീണ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അർശിന്റെ തണലുണ്ട്. കരഞ്ഞാൽ കിട്ടുന്നതാണ് അർശിന്റെ തണല്, കരഞ്ഞാൽ കിട്ടുന്നതാണ് സ്വർഗം. ഒരു കരച്ചിലിന് 4 സ്വർഗമാണെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് കരയുന്നവർ, അള്ളാനെ പേടിച്ച് കരയുന്നവർ. ഒരൊറ്റ ദിവസം ബാല് പറഞ്ഞാൽ മതിയാകാത്ത വിഷയമാണ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാന്റെ നരകത്തെ പേടിച്ച് കരഞ്ഞ സ്വാലിഹീങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തെ ചിന്തിച്ചുകൊണ്ട് സന്തോഷിച്ച് കരഞ്ഞവരുണ്ട്, കരഞ്ഞ് സ്വർഗം വാങ്ങിയവരുണ്ട്, സ്വർഗം കണ്ട് സന്തോഷിച്ച് ഭരിച്ചവരുണ്ട്. കരഞ്ഞിട്ട് സ്വർഗം വാങ്ങിയ മുഅ്മിനീങ്ങളെ കഥ എത്ര പറയാനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കള് മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? വാഹനം തമ്മിൽ കൂട്ടിയിടിച്ചപ്പോ രജിസ്ട്രേഷൻ പോലും കഴിയാത്ത വാഹനങ്ങൾ പുതിയ വാഹനം മറ്റൊരു വാഹനത്തെ പോയി ഇടിച്ചപ്പോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനം വേറൊരാൾ വാങ്ങിക്കൊണ്ടുപോയപ്പോ പല നിലക്കും ഗവൺമെന്റ് ചുമത്തുന്ന അമിതമായ ടാക്സിന്റെ പേരിൽ ബിസിനസിന് തകർച്ച സംഭവിച്ചപ്പോ ഗൾഫിലേക്ക് പോകാൻ മോഹിച്ചുകൊണ്ട് വിസ എടുത്ത് ഗൾഫിൽ ചെന്ന് നോക്കിയപ്പോ കള്ള വിസയിൽ കുടുങ്ങിയപ്പോ മകനൊന്ന് ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ടു കിട്ടിയെങ്കിൽ കുറെ കാലമായി വാപ്പകൾ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരാശ്വാസമാകുമല്ലോ എന്ന് ചിന്തിച്ചതാണ്. ഗൾഫിൽ ചെന്നിട്ട് മകൻ ജോലി കിട്ടാതെ തിരിച്ചു പോന്നപ്പോ ഇതിനൊക്കെ കരയാൻ നമ്മൾ അവസരം കണ്ടിട്ടുണ്ട്, അതിനൊക്കെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന്റെ നരകത്തിൽ ഞാൻ ചെന്ന് വീഴുമോ? അള്ളാന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോ എന്റെ റബ്ബ് എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കരയാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോ പോലത്തെ ഭാഗ്യം കെട്ട മനുഷ്യന്മാര് ആരുണ്ട്? അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തുന്നത് ചിന്തിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം ഇരുന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് കരച്ചിൽ ഓരോ ദിവസവും വരും. എടാ സഹോദര, കരച്ചിൽ വരുന്നില്ലേ? ഫൈലം തബ്കൂ, നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാക്കൂ, ഉണ്ടാക്കി കരഞ്ഞോ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതിന് എത്ര പുണ്യമുണ്ട്. കരയുന്നതിന് പുണ്യമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അർശിന്റെ തണല് നേടാം. പിന്നെ അർശിന്റെ തണല് കിട്ടുന്ന വേറൊരു കാര്യമാണ് ആണും ആണും തമ്മിൽ സ്നേഹിക്കുക, പെണ്ണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുക. ആണ് പെണ്ണിനെ സ്നേഹിക്കുകയല്ല, ഹറാമായ ആണ് ഹറാമായ പെണ്ണിനെ സ്നേഹിക്കുകയല്ല, ഹറാമായ പെണ്ണ് ആണിനെ എങ്ങോട്ടും സ്നേഹിക്കുകയല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കാൻ കൽപ്പിക്കപ്പെട്ട പുരുഷന്മാരെ സ്നേഹിക്കാം. അള്ളാഹ് അനുവദിച്ച സ്നേഹങ്ങൾ വെക്കാം. റബ്ബ് പൊരുത്തപ്പെടാത്ത സ്നേഹങ്ങൾ പാടില്ല. ഒരു സഹോദരൻ തന്റെ സഹോദരനോട്, ഒരു സഹോദരി തന്റെ സഹോദരിയെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി രണ്ടുപേരും സ്നേഹത്തിൽ കഴിഞ്ഞുകൂടി. അവരെല്ലാം അള്ളാഹിന്റെ പൊരുത്തത്തിനാണ്. ഒരാളോട് ഉണ്ടായിരുന്ന സ്നേഹം തകർന്നു. എന്തിനാ തകർന്നത്? മോനെ, നിസ്കാരം നിന്നിൽ കാണുന്നില്ല, ഞാനും നീയും വലിയ രോഗ്യക്കാരാണ്, നീ നിസ്കരിക്കുന്നില്ല എന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്, നാളെ മുതൽക്ക് നീ നിസ്കരിക്കാൻ വരണം എന്ന് ഇന്ന് രാത്രി കണ്ടപ്പോ ഉപദേശിച്ചു. ഭയങ്കര രോഗ്യവും സ്നേഹവുമാണ്. പിറ്റേ ദിവസവും നിസ്കരിക്കാൻ വരുന്നില്ല. അതിനെ തുടർന്ന് പിന്നെയും കാണുന്നില്ല. അവന് കണ്ടപ്പോ സലാം ചൊല്ലിയപ്പോ മടക്കിയില്ല, മുഖം തിരിച്ചുകൊണ്ട് അങ്ങ് പോയി. എന്താടോ, നീ എന്നോട് പിണങ്ങിയോ? അതേ പിണങ്ങി. നീയും ഞാനും തമ്മിൽ എന്താ ബന്ധം? എന്റെ ഉമ്മാക്കും അപ്പാക്കുണ്ടായ അനുജനല്ല നീ. ഞാൻ ഇന്ന അനുജനെ പോലെയാ കണ്ടത്. എന്തുകൊണ്ട്? ഒരു നാട്ടിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിനുള്ളിൽ ജേഷ്ഠാനുജന്മാരെ പോലെ കഴിഞ്ഞ ഞാനും നീയും എന്തുകൊണ്ടാണോ സ്നേഹിച്ചത്? നമ്മളെ മുസ്ലിമീങ്ങളായതുകൊണ്ടല്ലേ. നീ നിസ്കരിക്കാതിരിക്കുമ്പോ എനിക്ക് നിന്റെ സ്നേഹം കിട്ടിയിട്ടെന്താണ് കാര്യം? ഞാൻ നിന്നെ സ്നേഹിച്ചത് അള്ളാന്റെ പൊരുത്തത്തിനല്ലേ. റബ്ബ് പൊരുത്തപ്പെട്ട കാര്യം ചെയ്യാൻ നീ തയ്യാറല്ല. അതുകൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ല. നിന്നോടുള്ള സ്നേഹം അള്ളാന്റെ പൊരുത്തത്തിനാണ്. അള്ള പൊരുത്തപ്പെടാത്ത പണി നീ ചെയ്തത് കൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് പിരിയുന്നത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവനോട് ബന്ധം വിച്ഛേദിച്ചത് റബ്ബിന്റെ പൊരുത്തത്തിനാണ്. അവനോട് ബന്ധം സ്ഥാപിച്ചതോ റബ്ബിന്റെ പൊരുത്തത്തിനാണ്. എന്റെ ഏറ്റവും വലിയ ഒരു സ്നേഹിതൻ, എന്റെ ഏറ്റവും ഉറ്റ ഒരു സുഹൃത്ത് എനിക്ക് എത്രയോ ഉപകാരം ചെയ്തു തന്നവനാണ്. കണക്കല്ലാത്ത പണം തന്നവനാണ്, എനിക്ക് വാഹനം തന്നവനാണ്. ആ നിലക്ക് ഉപകാരം ചെയ്തു തന്ന കക്ഷി അതാ ബിദ്അത്തുകാരെ ക്ലാസ്സിൽ പോയി പങ്കെടുത്ത് അവനങ്ങ് മുബ്തദിയായി പോയി.
അതോടുകൂടി പിറ്റേ ദിവസം അവനെ കാണുമ്പോ ഞാൻ സലാം ചൊല്ലിയിട്ട് മടക്കാതെ, അവന് സലാം ചെല്ലാതെ, ഈ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ ഞാൻ അവനോടുള്ള ബന്ധം വിച്ഛേദിച്ചത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. റബ്ബിന്റെ പൊരുത്തം വിചാരിക്കുന്നവൻ ചെയ്യേണ്ട പണി അങ്ങനെയാണ്. അള്ള പൊരുത്തപ്പെട്ടില്ലെങ്കിലും എനിക്കവനോട് പിണങ്ങാൻ കഴിയൂല. എനിക്ക് വീട് വെച്ച് തന്നവനാണ്, എനിക്ക് കാശ് തന്നവനാണ്, എന്നെ ഗൾഫിൽ കൊണ്ടുപോയവനാണ്, എന്നെ ഹജ്ജിന് കൊണ്ടുപോയവനാണ്. അവൻ മുബത്തതി ആയിപ്പോയാൽ അവനോട് പിണങ്ങാൻ കഴിയില്ല എന്ന് വെക്കല്ല വേണ്ടത്. ആ മനുഷ്യൻ മുബത്തതി ആയപ്പോ, അവൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയപ്പോ, അവനോടുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോ നിനക്ക് റബ്ബിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. ബിദ്അത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം അവൻ വന്നിട്ട് പറയുന്നു, ഞാൻ അതിൽ നിന്ന് പിണങ്ങി തിരിച്ചു പോന്നു, ബിദ്അത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, സുന്നത്ത് ജമാഅത്താണ് ഹഖെന്ന് മനസ്സിലായി, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഞാൻ അവനെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വലിയ സ്നേഹത്തിലാണ്. ഈ സ്നേഹം റബ്ബിന്റെ പൊരുത്തത്തിനാണ്. ആ പിണങ്ങിയത് റബ്ബിന്റെ പൊരുത്തത്തിനാണ്. റബ്ബിന്റെ പൊരുത്തത്തിലുള്ള സ്നേഹം മുറിയാതെ കാത്തു സൂക്ഷിച്ചു. അത് പിണങ്ങാതെ മരണം വരെ ആ സ്നേഹം റബ്ബിന്റെ പൊരുത്തം വിചാരിച്ച് നല്ല നിലക്ക് സൂക്ഷിച്ചു പോന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഫോൺ ചെയ്യലാ പതിവ്. ആ ഫോൺ ചെയ്യല് നിർത്തുന്നത് കുടുംബബന്ധം മുറിക്കലാണ്, സ്നേഹബന്ധം മുറിക്കലാണ്. ചില മനുഷ്യന്മാര് വർഷത്തിൽ ഒരിക്കൽ ലെറ്റർ വിടലാ പതിവ്. ഒരു വർഷത്തിൽ ലെറ്റർ വിടാതിരിക്കുന്നത് കുടുംബബന്ധം മുറിക്കലാണ്, സ്നേഹബന്ധം മുറിക്കലാണ്. അപ്പൊ എങ്ങനെയാണോ അവർക്കിടയിൽ സ്നേഹബന്ധം നിലനിൽക്കുന്നത്, അത് മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ച് ആ സ്നേഹത്തോടെ മരിച്ചവരില്ലേ. വറജുലാനി ഫില്ലാഹിൽ കരീമി തഹബബാ ബിഹാലി ഇഫ്തിറാഖിൻ ഫീഹിമാ വവിസാലി. അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് സ്നേഹിച്ച മനുഷ്യന്മാർ മരിച്ചു പോകുന്ന സമയത്ത് ആ സ്നേഹത്തോടെ തന്നെ അവരങ്ങ് മരിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്താൽ, ആരെല്ലാം സ്നേഹിച്ചോ, എനിക്ക് ഇവിടെ ഒരു സ്നേഹിതനുണ്ട്, അവനോടുള്ള സ്നേഹം ഞാൻ കാത്തു സൂക്ഷിച്ചു, നല്ല നിലക്ക് മരിച്ചു. അപ്പുറത്ത് വേറൊരു സ്നേഹിതനുണ്ട്, അവനോടും ഞാൻ ബന്ധം സൂക്ഷിച്ചു, അവനും നല്ല നിലക്ക് മരിച്ചുപോയി. അങ്ങനെ എനിക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. ആ സ്നേഹിതന്മാർ മുഴുവനും നാളെ പരലോകത്തെ അർശിന്റെ തണലിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമെന്നും, എല്ലാ ജനങ്ങളും വിഷമിക്കുമ്പോ അവർക്ക് ഒരു വിഷമവും ഉണ്ടാകില്ലെന്നും റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്നേഹബന്ധം തകരുന്ന ലോകമാണിത്. ഈ കാലത്ത് ഇതിന് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ട്. ഇനി തുടർന്ന് മഹ്ശറിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ഹബീബായ നബിതങ്ങളെ ശഫാഅത്ത് പറയണമെന്ന്. പുന്നാര നബിതങ്ങളുടെ ശഫാഅത്ത് ഒരൊറ്റ വാക്കിൽ ഞാൻ ഒതുക്കി പറയുകയാണ്. റബീഉൽ അവ്വൽ മാസമല്ലേ വരാൻ പോകുന്നത്. ഒരൊറ്റ പോയിന്റ് ചിന്തിച്ചോ. ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു മുസ്തജാബ് ദഅവത്ത്, ഒരു ഉത്തരം കിട്ടുന്ന ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും എപ്പോൾ ദുആയിരുന്നാലും ഉത്തരം കിട്ടും. ഏത് നബി എപ്പോൾ ദുആയിരുന്നാലും ഉത്തരം കിട്ടും. അല്ലാഹുവിന്റെ നബിയല്ലേ. അതേ സമയത്ത് ഈ പറഞ്ഞതിന് എന്താ അർത്ഥം? ഇതൊരു പ്രത്യേക ദുആ ആണ്. എന്താണോ ചോദിച്ചത് കൊടുക്കും. മറ്റതോ അങ്ങനെയല്ല. ആ ചോദിച്ചതിനേക്കാൾ ഖൈറായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ കൊടുത്തോണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗം കൊടുക്കുന്നത് കൊടുക്കും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. ഇതങ്ങനെയല്ല. എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് അപ്പോൾ തന്നെ കൊടുക്കും. അങ്ങനത്തെ ഒരു ദുആ ഉണ്ട്. എല്ലാ നബിമാർക്കുമുണ്ട് ഒരു ദുആ. എല്ലാ നബിമാരും അത് ദുആയിരുന്നു പോയി. നൂഹ് നബി അലൈഹിസ്സലാമിന് ആ ചാൻസ് ഉണ്ടായിരുന്നു. നൂഹ് നബി ദുആയിരുന്നു, അല്ലാഹുവേ ഈ ജനങ്ങൾ 900 കൊല്ലം വഅദ് പറഞ്ഞിട്ട് 12 ആളുകളായി ഇസ്ലാമിൽ വന്നത്. ഒരു റിവായത്ത് പ്രകാരം വളരെ കുറഞ്ഞ ആൾക്കാരെ ഇസ്ലാമിൽ വന്നുള്ളൂ. റഹ്മാനായ റബ്ബേ, നിരാശപ്പെട്ടു. ഇവരുടെ പരിഹാസം സഹിക്കാൻ കഴിയുന്നില്ല, ഇവരുടെ ശിർക്കും ആരാധനകളും സഹിക്കാൻ കഴിയുന്നില്ല. ഈ ദുഷ്ടജനങ്ങളെ, അക്രമികളായ ജനങ്ങളെ നീ ശിക്ഷിക്കണേ അല്ലാഹ്, തൂഫാന് കൊണ്ട് നശിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ദുആയിരുന്നു. അല്ലാഹു ഉത്തരം കൊടുത്തു. ഓരോ നബിമാരും ദുആയിരുന്നു, അല്ലാഹു ഉത്തരം കൊടുത്തു. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഈ നബിമാരൊക്കെ ദുആയിരുന്നത്? നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം.
എന്തിനാണ് ഈ നബിമാര് ദ്വാരുന്നത്? അവരുടെ ഖൗമ് നശിക്കാൻ വേണ്ടിയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ദ്വാരുന്നത് അവിടുത്തെ ഖൗമ് വെള്ളത്തിൽ മുങ്ങിച്ചാകാനാണ്. മൂസാ നബി ദ്വാരുന്നതും അങ്ങനെ. ഓരോരുത്തരും ദ്വാരുന്നത് അവരുടെ ഖൗമിനെതിരിലാണ് ആ ദുആ ഉപയോഗിച്ചത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കുമുള്ള ദുആ അവർ നടത്തി കഴിഞ്ഞു. ഫഇന്നി ഖതബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅതൻ ലിഉമ്മതി, എന്റെ ദുആ നാളെ പരലോകത്തേക്ക് ഞാൻ നീട്ടിവെച്ചിരിക്കുകയാണ്. ദുന്യാവിൽ അല്ലാഹുവിന്റെ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ട്. ദീനീ പ്രബോധനം നടത്താൻ വേണ്ടി ത്വായിഫിലേക്കൊന്ന് പോയി. എപ്പോഴാ ത്വായിഫിലേക്ക് പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഖദീജ ബീവി വഫാത്തായപ്പോ റസൂലിനാക്ക് സംരക്ഷണം കൊടുത്ത അബൂ താലിബ് തങ്ങൾ വഫാത്തായപ്പോ അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ വിട്ടുപിരിഞ്ഞില്ലേ? ബാപ്പാന്റെ മുഖം കണ്ടിട്ടില്ല. 6ാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായി മരുഭൂമിയിൽ കടന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ബദറിലേക്ക് പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പോയിട്ടില്ലെങ്കിൽ തന്നെ മദീനയിൽ നിന്ന് മടങ്ങിയിട്ട് മക്കയിലേക്ക് വരുമ്പോ ബദറിൽ പോയ ആളുകൾ എമ്പൂഴ എന്ന ഒരു സ്ഥലത്തേക്ക് തിരിയുന്ന ഏറോമാർക്ക് കണ്ടിട്ട് ആ ബോർഡ് കണ്ടിട്ടില്ലേ? ആ എമ്പൂഴിലേക്ക് തിരിയുന്ന ഭാഗത്ത് അതിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ അബവ എന്ന ഒരു സ്ഥലമുണ്ട്. അതും മദീനത്തുനിന്ന് പോരുന്ന വഴിയിൽ റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബവയിലുള്ള ആരോമാർക്ക് കാണാം. അവിടെയാണ് ആമിന ബീവിന്റെ ഖബറുള്ളത്. റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ അവിടെയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന, ഭാവിയിൽ റസൂലാകുന്ന ഭൗതിക ലോകത്ത് ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹു മറ്റൊരു ലോകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള റസൂലുള്ളാഹ് 6 വയസ്സ് പ്രായമായ കുട്ടിയെ ഉമ്മുഐമൻ എന്ന അടിമ സ്ത്രീ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു പോരുമ്പോ ആ മരുഭൂമിയിൽ കടന്ന് ഉമ്മ വഫാത്തായില്ലേ? അവിടെ മറവ് ചെയ്തിട്ട് എത്ര 500 കിലോമീറ്റർ ദൂരത്തുള്ള മക്കയില് മൊബൈൽ ഫോണിലൂടെ വിവരം കൊടുക്കാൻ മാർഗമില്ല. വിരുന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഉമ്മ മരിച്ചിട്ടില്ലേ വരുന്നത്? തിരിച്ചു വന്നപ്പോ എന്താ അവസ്ഥ? അബ്ദുൽ മുത്തലിബ് വഫാത്തായി, പിന്നീട് വഫാത്തായി പോയി. കഴിഞ്ഞുണ്ടായിരുന്ന അബൂ താലിബ് വഫാത്തായി പോയി. എല്ലാമായ ഖദീജ ബീവി വഫാത്തായി പോയി. ശരിക്കും റസൂലുള്ളാഹിന്റെ മനസ്സ് തളരേണ്ട ഒരു സന്ദർഭമല്ലേ? ഒന്ന് നാട് വിടാൻ തീരുമാനിച്ചു. ടെൻഷൻ വരുമ്പോ ഒന്ന് മാറി താമസിക്കാൻ, ഒന്ന് കുടുംബത്തിലൊക്കെ പോയിട്ട് വരാം. പോകുന്ന പോക്ക് നമ്മൾ പോകും പോലെ അല്ല. ആ പോകുന്നതും ഇസ്ലാമിന്റെ ദഅവത്ത് തന്നെ. ത്വായിഫിൽ ചെന്നിട്ട് സ്വന്തം ഉമ്മന്റെ ആങ്ങളമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചു, രക്തമൊലിച്ചു വീഴുമോ എന്ന് തോന്നിപ്പോയി. അതാ പിന്നാലെ നടന്നവർ കുക്ക് വിളിച്ചു. അവര് പെരടി പിടിച്ചിട്ട് ഒരു മൂലയിലേക്ക് അങ്ങ് തള്ളിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് വീണിട്ട് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടപ്പോ മുശ്രിക്കീങ്ങളെ മനസ്സിലാക്കി, തായിഫിലെ ശത്രുക്കളെ മനസ്സിലാക്കി. മരിച്ചു പോയടാ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ തിരിച്ചു പോയത്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റിരുന്നു. അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഈ ത്വായിഫിന്റെ 2 ഭാഗത്തുള്ള പർവ്വതങ്ങളെ പിടിച്ച് കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ഉള്ളിലിട്ട് ഈ അക്രമികളെ കൊല്ലാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നബിയെ, തങ്ങളെ സമ്മതം കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നബി തങ്ങളെ പറഞ്ഞു, ചെയ്യരുത്. അവർ അറിയാതെ ചെയ്തതാണ്. ഞാനൊരു ഹക്കായ റസൂലാണെന്ന് അവർക്കറിയില്ല. അങ്ങനെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവരെ ദ്രോഹിക്കരുത്, അവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഒരു അപേക്ഷ തങ്ങൾ നൽകിയിരുന്നു. നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചില്ല, ഞാൻ ഇവിടെ വന്നിട്ട് പ്രബോധനം നടത്തി, നിങ്ങൾ എന്നെ ഒരുപാട് ആക്രമിക്കുകയും ചെയ്തു. ഒരൊറ്റ ഉപകാരം നിങ്ങൾ ചെയ്യണം. ഈ ന്യൂസ് നിങ്ങൾ മക്കയിലേക്ക് കൊടുക്കരുത്. ഇത് മക്കത്ത് നിങ്ങൾ പറയരുത്. ഇതും കൊണ്ട് ഞാൻ മക്കത്തേക്ക് ചെന്നാൽ എനിക്ക് താങ്ങും തണലുമായ എല്ലാവരും പോയ സമയമാണ്. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. മക്കയിൽ ഈ ന്യൂസ് നിങ്ങൾ എത്തിക്കരുത് എന്ന് പറഞ്ഞത് പരിഗണിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് തിരിച്ചു ചെന്നപ്പോഴേക്ക് അവര് മക്കയിലേക്ക് ന്യൂസ് കൈമാറിയിരിക്കുന്നു. മക്കയിലേക്ക് അങ്ങ് ചെല്ലേണ്ടതോടുകൂടി കൂടുതൽ ടെൻഷനാണ്. ഈ ടെൻഷൻ തീർക്കാനാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ യാത്ര നടത്തിയതിന്റെ പിന്നിലെ ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കാണാൻ കൊണ്ടുപോയത്. ഇരിക്കട്ടെ, ഇങ്ങനെ റസൂലുള്ളാഹ് ആ അക്രമികൾക്കെതിരിൽ പ്രാർത്ഥിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ കഅബത്തിന്റെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോ, തവാഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിച്ചെന്നപ്പോ അബൂജഹലും ഉത്ബത്തും വലീദും ശൈബത്തും പാർട്ടികളും ശത്രുക്കളും കഅബത്തിന്റെ ഒരു ഭാഗത്ത് മൂലയിൽ ഇരിക്കുകയാണ്. റസൂലുള്ള തവാഫിൽ ചെന്നപ്പോ അബൂജാഹിലിന്റെ ഓർഡർ പ്രകാരം
അതാ ശത്രുക്കൾ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കാലിങ്ങോട്ട് പിടിച്ചു വലിച്ചു. റസൂലുള്ളാന്റെ തല തറയിൽ വെച്ച് അടിച്ചു വീണുപോയി. കാലിന് കയറിട്ട് മുറുക്കിയിട്ട് ഇന്നത്തെ പോലെ മാർബിള് പതിച്ച മത്താഫല്ല, കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്ന സ്ഥലം ഈ 25 കൊല്ലത്തിന് ശേഷമാണ് അത് മാർബിള് പതിച്ചത്. ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇബ്രാഹിം മഖാം നിൽക്കുന്ന സ്ഥലവും കഅബയും തമ്മിൽ എത്ര ദൂരമുണ്ട്? ആ സ്ഥലത്ത് ചുറ്റുവട്ടത്തിൽ കുറച്ച് സിമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ മാത്രമേ മാർബിൾ പതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 25 കൊല്ലത്തിന് ശേഷമാണ് ചരൽ കല്ലായി കടന്നിരുന്ന വലിയ വലിയ കല്ലുകൾ മുട്ടുകളുമായി കടന്നിരുന്ന മത്താഫ് 20-25 കൊല്ലത്തിന്റെ ഇപ്പുറമാണ് മാർബിൾ പതിച്ചത്. ഇത്രയും പഴക്കമേ അതിലുള്ളൂ. ഈ നിലക്കാണെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് കഅബയുടെ പരിസരത്ത് ഒരു ചെറിയ കഷ്ണം മാർബിൾ പോലും പതിച്ചിട്ടില്ല. ഒരു മോതിരക്കല്ലിന്റെ വലിപ്പത്തിലുള്ള മാർബിൾ പോലും പതിക്കാത്ത പാറക്കെട്ടുകളും മണൽ ഭൂമിയുമായി കിടക്കുന്ന മത്താഫിൽ കഅബയുടെ പരിസരത്ത് അള്ളാന്റെ റസൂലിന്റെ കാലിങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട് തല തറയിൽ വെച്ച് അടിച്ചു വീണപ്പോ തലയിൽ നിന്ന് രക്തം പൊടിയുമ്പോ ആ കാല് പിടിച്ചിട്ട് കഅബയുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇന്നത്തെ തവാഫ് ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് നടന്നിട്ടല്ല, റസൂലുള്ളാഹിന്റെ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ തല നിലത്ത് വെച്ചടിച്ചു, 2 കൈയും നിലത്ത് വെച്ച് വീണ് വലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പുണ്യഭൂമേനി അല്ലാ റസൂലുള്ളാഹിന്റെ തിരുശരീരം നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ അള്ളാന്റെ റസൂലിന് പറഞ്ഞുകൂടായിരുന്നോ? ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ട്, ഒരു ദുആ ഉണ്ട്. പടച്ചവനെ അബൂജാഹിലിന്റെ ശർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ് എത്ര പീഡനങ്ങളാണ് അനുഭവിച്ചത് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എത്ര വിഷമങ്ങളാണ് അനുഭവിച്ചത്. അമ്മാർ ഇബ്നു യാസിർ എന്ന ഒരു കുടുംബത്തെ, യാസിർ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ മുഴുവനും തീയിട്ട് കരിച്ചു കളഞ്ഞില്ലേ? ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ആയിരുന്നോ? ഈ യാസിർ കുടുംബത്തിലെ പെണ്ണുങ്ങളെ വലിയ ഇരുമ്പിന്റെ ഘടകം പഴിപ്പിച്ചിട്ട് തീ കണല് പോലെയാക്കി യാസിർ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ യോനിയിൽ കൂടി ഗുഹ്യസ്ഥാനത്തിൽ കൂടി കയറ്റിയിട്ട് പഴിപ്പിച്ചല്ലേ അവരെ കൊന്നത്? ഇരുമ്പിന്റെ ദണ്ട്, ഇരുമ്പിന്റെ ചട്ടുകങ്ങള് തീയിലിട്ട് പഴിപ്പിച്ചിട്ട് തലക്ക് അടിച്ചിട്ടല്ലേ അമ്മാർ ഇബ്നു യാസിറിന്റെ സഹോദരനെ കൊന്നത്? ഇരുമ്പിന്റെ പടയെങ്കിൽ തീയിലിട്ട് പഴിപ്പിച്ചിട്ട് അത് ശരീരത്തിൽ ധരിപ്പിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പോകുമ്പോ കരഞ്ഞു പെടയുന്ന യാസിറിനെ നോക്കിയിട്ട് ഇസ്ബിർ യാ യാസിർ, ക്ഷമിച്ചോ യാസിറേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നടന്നു പോയില്ലേ? വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? അന്നത് ചെയ്യാൻ കഴിയുമോ? ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ആയിരുന്നോ? നൂഹ് നബി ആയിരുന്നില്ലേ? മൂസാ നബി ആയിരുന്നില്ലേ? മറ്റു നബിമാര് ആയിരുന്നില്ലേ? ആ റസൂലുള്ളാഹിക്ക് ആയിരുന്നില്ലേ? ഈ പഹയുടെ ശർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ദ്വാരക്കാതെ സ്വന്തം ജീവിതം അപകടപ്പെട്ടിട്ട് പോലും ഈ ദുആ നടത്താതെ അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ നീട്ടിവെച്ചിരിക്കുകയാണ്. ഫഇന്നിഖ്തബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅത്തൻ ലിഉമ്മത്തി. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുന്നു. ആർക്ക് വേണ്ടി? ഈ ദുആ പരലോകത്തേക്ക് നീട്ടിവെച്ചു. ശഫാഅത്തൻ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി. ഇത്ര കരുണയുള്ള ഒരു നേതാവുണ്ടോ? മക്കള് സ്കൂളിലേക്ക് പോകുമ്പോ ഉമ്മ രാവിലെ മക്കൾക്ക് ഉള്ള ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിട്ടതാണ്. ഒരു ചായ അവിടെ ബാക്കിയുണ്ട്, രാവിലെ ഉണ്ടാക്കിയ പത്തിരിയുടെ ഒരു കഷ്ണം ബാക്കിയുണ്ട്. ആ വീട് ദാരിദ്ര്യത്തിന്റെ വീടാണ്. ഉമ്മ ആ മകന് കൊടുത്ത പത്തിരിയുടെ ഒരു കഷ്ണമാ ബാക്കിയുള്ളത്. ഉമ്മാക്ക് കഴിക്കാനാ വീട്ടിലൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആ പത്തിരി അവിടെ എടുത്തു വെച്ചു, ആ ചായയും അവിടെ മാറ്റിവെച്ചു. എന്താ ഉമ്മ പത്തിരി തിന്നാത്തത്? അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിന്നുന്നാ വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കുളിച്ച് കയറി ളുഹ്റിസ്കരിക്കാൻ പോയപ്പോ ഈ പത്തിരിന്റെ കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഉച്ചക്ക് ചോറൊന്നുമില്ല, ദരിദ്രമുള്ള വീട്ടിലാണ്. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാര് വളർത്തിയത് പലർക്കും അനുഭവം ഉണ്ടാകും. അതാ ആ ഉമ്മ പറയുന്ന മറുപടി, എന്റെ മോ സ്കൂൾ വിട്ടിപ്പം ഇങ്ങോട്ട് വരും, അത് എന്റെ കുട്ടിക്ക് വേണ്ടി എടുത്തുവെച്ചതാ. ഒരു ഉമ്മ മകനെടുത്തു വെക്കാറുണ്ട്. ഉമ്മ പട്ടിണി കിടന്നിട്ട്
ഉമ്മ ഭക്ഷണം കഴിക്കാതെ സ്കൂൾ വിട്ടു വരുന്ന എന്റെ കുട്ടിക്ക് വേണ്ടി ഈ പത്രിയുടെ കഷ്ണം ഉമ്മ തിന്നാതെ മാറ്റിവെച്ചില്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ഉമ്മമാര് നമ്മളെ വളർത്തിയത്? ആ ഉമ്മക്ക് നമ്മോടുള്ള സ്നേഹം പോലെയാണോ? അന്ത ഉമ്മുൻ അം ആബോ മാറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ ഞങ്ങളെ മാതാവോ അല്ലെങ്കിൽ പ്രിയ പിതാവോ കണ്ടില്ല അവരിരുവരിലും ഞാൻ തങ്ങളെ ശോഭ തിരുനബിയെ. നമ്മുടെ ഉമ്മയേക്കാൾ സ്നേഹിച്ച നബിയാണ്, ബാപ്പയേക്കാൾ സ്നേഹിച്ച നബിയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ജീവിതം അപകടപ്പെട്ടിട്ട് പോലും ആ ശത്രുക്കൾക്കെതിരിലൊരു ദുആ നടത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഈ ദുആ അവിടെ സ്റ്റോക്കുണ്ട്. തങ്ങൾ ആയിരുന്നില്ല, അത് പരലോകത്തേക്ക് നീട്ടിവെച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ശഫാഅത്തൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ. പരലോകത്തെ എല്ലാ നബിമാർക്കും ലികുല്ലി നബിയ്യിൻ മിമ്പറുൻ, എല്ലാ നബിമാർക്കും ഒരു മിമ്പറുണ്ട്. 1,24,000 അമ്പിയാക്കന്മാരും ഈ അർശിന്റെ താഴ്ഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് കസേരയിൽ ഇരിക്കുമ്പോ ഒരൊറ്റ കസേര മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ മിമ്പറാണ്, എന്റെ മിമ്പറാണത്. എന്താ ഞാൻ അതിൽ പോയിരിക്കാത്തത്? അതിൽ ഞാൻ പോയിരിക്കാത്തത്, ഞാൻ അതിൽ ഇരുന്നിട്ട് മറ്റു വിഷയങ്ങൾ ചിന്തിച്ച് എന്റെ കൂട്ടുകാരായ പ്രവാചകന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഞാൻ അറിയാതെ എന്റെ ഉമ്മത്തികളെ കാര്യത്തിൽ വല്ല തീരുമാനവും എടുത്തു കളഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടോ? ഇങ്ങനത്തെ ഒരു വാപ്പയുണ്ടോ? ബാപ്പ പരലോകത്ത് ഒളിച്ചോടി പോകും മകനെ കാണുമ്പോ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ സന്ദർഭത്തിലും ഇതാണ് ഉമ്മയേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം റസൂലുള്ളാഹിനെ, ബാപ്പയേക്കാൾ കൂടുതൽ സ്നേഹിക്കണം നബി തങ്ങളെ എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തുമാത്രം അർത്ഥവത്താണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ സൂര്യ നമുക്ക് വേണ്ടി ശഫാഅത്ത് പരലോകത്തേക്ക് നീട്ടിവെച്ചിട്ട് എന്റെ ഉമ്മത്ത് വിഷമിക്കരുത്, എന്റെ ഉമ്മത്ത് കഷ്ടപ്പെടരുത്. തങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച അബൂജഹലിന് പോലും ഉത്ബത്ത് വലീദ് ശൈബത്തിന് പോലും ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന്റെ റസൂല് ദുനിയാവിൽ അനുഭവിക്കേണ്ട പീഡനങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരെ ദുനിയാവിൽ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അടിച്ചപ്പോൾ മൂത്രമൊഴിച്ച സ്ഥലത്ത് മണലിലേക്ക് മൂത്രമൊഴിച്ചാൽ മൂത്രം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാ വേണ്ടത്. പക്ഷേ തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് മൂത്രമൊഴിക്കൽ തെറ്റാണെന്നാണ് ശറഅന്റെ നിയമം. മൂത്രമൊഴിച്ചപ്പോ മൂത്രം ഇങ്ങോട്ട് തന്നെ തെറിക്കുന്നു. മണലിൽ മൂത്രമൊഴിച്ചാൽ മൂത്രം അങ്ങോട്ട് തെറിക്കാൻ പാടില്ലല്ലോ. അവിടെ ഒരു കൊള്ളിക്കഷ്ണം എടുത്ത് ഇളക്കി നോക്കിയപ്പോൾ ഒരു തോലിന്റെ കഷ്ണം കിട്ടി. ആ തോലിന്റെ കഷ്ണം നായന്റേതല്ല, പന്നിയുടേതല്ല എന്ന് മനസ്സിലായപ്പോ ഇസ്ലാമിക ക്രമപ്രകാരം ഊറക്കിട്ട് ശുദ്ധി വരുത്തി വെള്ളത്തിലിട്ട് കുതിർത്തിത്തുന്നു. പട്ടിണി സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലിക്കോ, നാളെ ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കിത്തരാൻ വേണ്ടി. ഹൗദുൽ കൗസറിന്റെ കോപ്പകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് സജ്ജമായി കാത്തിരിക്കുകയാണ്. വഅന മൗഇദുകുമുൽ ഹൗദ്, ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വാഴ സംഘടിപ്പിച്ച ചെറുപ്പക്കാരെ നിങ്ങളോട് വിശേഷിച്ചും ഇവിടെ ആലിമീങ്ങൾ വന്നിട്ട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? കഴിവിന്റെ പരമാവധി അത് നിലനിർത്താൻ ശ്രമിക്കണം. എന്ത് ഒരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നിലനിർത്തുമ്പോഴാണ്. കുറച്ചു കാലം ഒരു ആവേശത്തിന് അങ്ങ് ചെയ്യുക, പിന്നെ കുറച്ചു കാലം അങ്ങോട്ട് ഇല്ലാതാകുക. പിന്നെ ഈ സീഡിയോ വേളോ എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കുമ്പോ ഒരാവേശം തോന്നിയിട്ട് അങ്ങനെയല്ല, നിത്യവും പതിവാക്കി ചെയ്യാൻ പറ്റിയ വിധത്തിൽ അമലുകൾ നിലനിർത്തലാണ് അല്ലാഹു തആലാക്ക് താല്പര്യം. ഞാൻ നിങ്ങളോട് കുറെ ദിക്റിന്റെ പുണ്യം പറഞ്ഞാൽ അത് നിങ്ങൾ കുറച്ച് ദിവസം ആവേശത്തോടു കൂടി ചെയ്യുക. നാളെ വേറൊരാൾ വന്ന് പറയുമ്പോൾ അത് കുറച്ച് ദിവസം ആവേശത്തോടു കൂടി ചെയ്യുന്നതിന് പകരം ആലിമീങ്ങൾ പറയുന്നത് നമുക്ക് ചെയ്യാനാകുന്നത് നിത്യജീവിതത്തിൽ എക്കാലത്തും നിലനിർത്താൻ പറ്റിയ വിധത്തിൽ അത് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചാൽ നാളെ പരലോകത്ത് കിട്ടുന്ന ഗുണം
നോക്കൂ, പരലോകത്ത് മഹ്ശറിൽ അനുഭവിക്കേണ്ട മീസാൻ, അമലുകൾ തൂക്കി നോക്കും. മീസാൻ എന്ന തുലാസിലിട്ട് അമലുകൾ തൂക്കി നോക്കുമ്പോ റഖീബ് അതീദ് എഴുതിയ നന്മ തിന്മകൾ തുലാസിലിട്ട് തൂക്കി നോക്കുമ്പോ ആ റഖീബ് അതീദിന്റെ തുലാസിൽ ഒരൊറ്റ അമല് മാത്രം കാണാനില്ല. ഒരു അമല് മാത്രം ആ തുലാസിൽ ഉണ്ടാകില്ല എന്നാണ്. ഏതാണ് അമല്? അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ചൊല്ലിയ സ്വലാത്ത് റഖീബ് അതീദ് എഴുതിയ റെക്കോർഡുകളിൽ കാണുകയില്ല. അതെവിടെ പോയി? അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് എഴുതാൻ റഖീബ് അതീദിനെ ഏൽപ്പിച്ചിട്ടില്ല. അത് റഖീബ് അതീദ് എഴുതുകയില്ല. അതുകൊണ്ടാണ് അവിടെ കാണാത്തത്. പിന്നെ അത് എവിടെ പോയി? അതാ നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്ത് ഇങ്ങോട്ട് വീഴുമ്പോ ഉടനെ തന്നെ അത് എടുത്തുകൊണ്ട് ഒരു മലക്ക് കൊണ്ടുപോയി റൗള ശരീഫിൽ എത്തിച്ചു കൊടുക്കുന്നു. അത് റസൂലുള്ളാഹിന്റെ നേരെ ഹളറത്തിലേക്ക് മലക്കുകൾ കൊടുത്തത് കൊണ്ട് നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ഫയൽ റസൂലുള്ളാഹിന്റെ കയ്യിലാണ്. നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമലുകൾ അല്ലാഹു തആല തൂക്കി നോക്കുമ്പോ എല്ലാവരും ബേജാറിലാണ്. ലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളെയും ചിന്തിക്കാത്ത സ്ഥലമാണ് മീസാൻ. അതിന്റെ തുലാസിന്റെ സൂചി ഇങ്ങോട്ടാണോ നീങ്ങുന്നത്, ഇങ്ങോട്ടാണോ? കണ്ണും നെട്ട് നോക്കി നിൽക്കുമ്പോ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഭാര്യനെ കുറിച്ച് ചിന്തിക്കൂല, ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കൂല, ഒരാളെ കുറിച്ചും ചിന്തിക്കൂല. ഇങ്ങനെ സ്വന്തം നഫ്സിന്റെ വേജാറിൽ നിൽക്കുന്ന സമയത്ത് നന്മക്കാണോ ഭാരം, തിന്മക്കാണോ ഭാരം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതാ നന്മയുടെ സൂചി ഭാരം തൂങ്ങിയാൽ, നന്മ ഭാരം തൂങ്ങിയാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് വിളിച്ചു പറയുന്നു, സഈദ ഫുലാൻ സഈദ ഫുലാൻ ലാ യഷ്ഖാ ബഅദഹു അബദാ. ഇന്നാള് വിജയിച്ചു പോയി, ഇനി അവൻ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. അമലുകൾ തൂക്കി നോക്കുന്ന സമയത്തുള്ള അനുഭവമാണത്. ഈ സന്ദർഭത്തിൽ സന്തോഷം വന്നുപോയി. റഹ്മത്തിന്റെ മലക്കുകൾ അവനെ ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയത്ത് അമലുകൾ തൂക്കി നോക്കുമ്പോ തിന്മയാണ് കൂടുതലുള്ളത്, അമലുകൾ വളരെ കുറവാണ്. എന്നാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സ്ഥിതി എന്താണെന്നോ? അവൻ ബേജാറാകുന്നു. സബാനിയാക്കളായ മലക്കുകൾ വന്നിട്ട് അവന്റെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ചു കെട്ടുന്നു, ചങ്ങലയിട്ട് ശരീരം മുറുക്കുന്നു. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അടുത്ത ഓർഡർ വരികയാണെങ്കിൽ അതാ വരാനുള്ളത്. സബാനിയാക്കളായ മലക്കുകളെ ചങ്ങലയിട്ടുകൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുമ്പോൾ എന്തൊരു വേജാറിലാണ് നിൽക്കുന്നത്. ഞാൻ നരകത്തിലേക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞില്ലേ? മലക്കുകൾ വന്നിട്ട്, അദാബിന്റെ മലക്കുകൾ വന്നിട്ട് ചങ്ങലയിട്ട് കെട്ടാൻ തുടങ്ങിയില്ലേ? ഈ സമയത്ത് വേജാറാകുന്ന സമയമാണ്. അപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ഈ സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു കിറ്റും പിടിച്ചിട്ടാ വരുന്നത്. ആ കിറ്റ് കൊണ്ടുവന്ന് നാം വിഷമിച്ചു നിൽക്കുന്ന തുലാസിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ കിറ്റൊന്ന് തുറന്ന് അതിന്റെ ചെയിനൊന്ന് വലിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് അന്മിലെത്തി കൈവിരൽ പോലെ കട്ടിയുള്ളൊരു സാധനം അതിന്റെ ഉള്ളിൽ നിന്നെടുത്ത്, സ്വർണ്ണ കളറിലുള്ള ഒരു സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ തുലാസിന്റെ തട്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുന്നു, നന്മയുടെ തട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ആ സമയത്ത് തിന്മ അങ്ങ് പാറിപ്പോകുന്നു, നന്മ അങ്ങ് ഭാരം തൂങ്ങുന്നു. ഉടനെ തന്നെ ഈ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുന്ന സബാനിയാക്കള് മലക്കുകളതാ അവന്റെ കെട്ടഴിച്ചു വിടുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയാൻ തുടങ്ങി, സഈദ ഫുലാൻ സഈദ ഫുലാൻ ലാ യഷ്ഖാ ബഅദഹു അബദാ. വിജയിച്ചു പോയി, ഇനി പരാജയപ്പെടുന്ന പ്രശ്നമില്ല. സ്വാഭാവികമായും നമ്മൾ ചോദിക്കൂലേ, ആരാണ് സഹോദര നിങ്ങൾ എന്തായി ചെയ്തത്? നരകത്തിലേക്കുള്ള അദാബിന്റെ മലക്കുകള് എന്റെ കയ്യും കാലും പിടിച്ചു കെട്ടുമ്പോ ഞാൻ ബേജാറായിട്ട് വിഷമിച്ചു നിൽക്കുമ്പോഴല്ലേ നിങ്ങൾ വന്നിട്ട് ഒരു ബാഗ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു സാധനം എടുത്ത് എന്റെ തുലാസിന്റെ തട്ടിൽ ഇട്ട് കൊടുത്തത്? അത് കാരണം ഞാൻ
വിജയിച്ചു പോയി, സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയല്ലോ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ വന്ന ചെറുപ്പക്കാരനായ സുമുഖൻ പറയുന്നു, അന ഹബീബുല്ലാഹ് അന റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാനാണ് നീ സ്വലാത്ത് ചൊല്ലിയ റസൂലുള്ളാഹ്, എനിക്കല്ലേ നീ സ്വലാത്ത് ചൊല്ലിയത്? ആ സ്വലാത്തിന്റെ ഫയല് എന്റെ കയ്യിലാണ്, അത് മലക്കുകൾ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിന്റെ നാവിൽ നിന്ന് സ്വലാത്ത് ഇങ്ങോട്ട് ഉതിർന്നു വീഴുമ്പോ അത് മലക്കുകൾ അപ്പാടെ എടുത്തുകൊണ്ട് എന്റെ അടുക്കൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ മുഴുവനും എല്ലാ റെക്കോർഡ്സുകളും എന്റെ കയ്യിലാണ്. അതാണ് നിന്റെ നന്മയുടെ കൂട്ടത്തിൽ അത് കാണാതെ പോയത്. നിനക്ക് ആവശ്യം വന്ന സമയമല്ലേ, അതുകൊണ്ട് ഞാനിതാ എന്റെ തുലാസിന്റെ തട്ടിലേക്ക് അത് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം എത്രയാണ്! അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ഹബീബ് ആ സ്വലാത്ത് സമ്മാനമായി തരുന്ന, ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അഖീദയിൽ, ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിശ്വാസത്തിൽ നിന്റെ ഹബീബിനോടുള്ള വിശ്വാസം നിലനിർത്തി തരണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ ഒരു സാധാരണക്കാരനാക്കുന്ന കൂട്ടത്തില് ഞങ്ങളെ നീ പെടുത്തി കളയല്ല അല്ലാഹ്, ഞങ്ങളെ മക്കളെ നീ പെടുത്തല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ ഖൽബ് നിറയെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ഹബീബിലേക്ക് കൂടുതൽ മഹബത്ത് വെച്ച് ഈമാൻ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മുബ്തദിഈങ്ങളോട് കടുത്ത വിരോധവും വിദ്വേഷവും ഹൃദയത്തിൽ തരണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങളുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് പാതിരാ സമയത്ത് ഉറക്കമഴിച്ച് വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ ഇരിക്കുന്നവരുണ്ട്. ഇന്ന് ഞങ്ങൾ ക്ലാസ്സിൽ ഇന്നലെ പങ്കെടുത്ത പലരും ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ, വയല് കഴിഞ്ഞ് പോകുമ്പോ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാര് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ദ്വാരക്കണേ, പ്രത്യേകം ദ്വാരക്കണേ എന്ന്. പലരും ഗൾഫ് രാജ്യത്ത് വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന, മലബാർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ഗ്ലോബൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന, സുന്നി ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന, എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ്സുകളും കേൾക്കുന്ന എല്ലാ പ്രവർത്തകർക്കും, നാട്ടിൽ വിദേശത്തുമുള്ള പ്രവർത്തകർക്കും, അതിന്റെ അഡ്മിന്മാർക്കും, അതിന്റെ ഡയറക്ടർമാർക്കും, ഈ ക്ലാസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തകർക്ക് റഹ്മാനെ നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് ഖൽബ് ഈമാൻ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുപാട് സഹോദരിമാരുണ്ട്, അവർക്കെല്ലാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ദുർബല നിമിഷത്തിൽ വന്നുപോയവരാണ്. നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ധന്യമാക്കുകയും ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, നാളെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗം കരസ്ഥമാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ.